ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാലു ലച്ച വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ലക്ഷ്മിയും മക്കളും കൂടെ ചേർന്ന് ഒന്ന് ട്രിവാൻഡ്രത്തേക്ക് പോകാമെന്ന് വെച്ചു. അപ്പം നിങ്ങളെയും കൂടെ കൂട്ടാമെന്ന് വെച്ചു കേട്ടോ. അപ്പം ഞങ്ങൾ കൂടെ കൂട്ടിക്കോ, മൊത്തം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന വഴിക്ക് ആര്യാസിലിറങ്ങി ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിന് ഈ ലിപ്സ്റ്റിക്കാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഷെയർ ചെയ്തിട്ടതേ. അങ്ങനെ ഞങ്ങൾ ആര്യാസിൽ കയറി ഫുഡൊക്കെ അടിച്ചു. നെയ്റോസ്റ്റ് ഞങ്ങളെല്ലാവരും കഴിച്ചത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ലോട്ടറി കണ്ടാൽ പിന്നെ ലക്ഷ്മിക്ക് ഭ്രാന്താട്ടോ. അങ്ങനെ അവൾ അവിടെ നിന്ന് 2-3 ലോട്ടറിയൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് പോവാനായിട്ട് പോവാട്ടോ. സെൽഫി എടുത്താ ഇവിടെ തിരിഞ്ഞു നോക്കണ്ട. നമുക്കൊരു കുറഞ്ഞ സ്റ്റിക്ക് കൊണ്ട് മേടിക്കില്ല പെണ്ണുങ്ങൾ. അങ്ങനെ ട്രിവാൻഡ്രത്തോട്ട് എവിടെ ട്രിപ്പ് ആറ്റിങ്ങിലായി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലുലുലോട്ട് പോവാം അല്ലേ? ഇവിടെ നിനക്ക് ട്രിവാൻഡ്രം എത്തിയപ്പോഴത്തേക്ക് ട്രിവാൻഡ്രം സ്ലാങ്ങിലോട്ടായ നിന്റെ ലാംഗ്വേജ് എന്റെ പിടിച്ചിരിക്കുന്നത്. ബ്ലോക്ക് ഭയങ്കര ബ്ലോക്ക് കേട്ടോ. അതെ അതെ. ഇയാളെന്തോ ഇങ്ങനെ ഇട്ടേക്കുന്നത് വണ്ടി? ഇയാൾ ഇച്ചിരി ഇങ്ങോട്ട് എടുക്കുവാണെങ്കിൽ അങ്ങോട്ട് കയറും. മുമ്പേ വണ്ടിയുടെ പോണ ഇറങ്ങുന്നുണ്ടോ? ഏടേ കാറ് കിടപ്പുണ്ടായിരുന്നതാ. എല്ലാ ബ്ലോക്ക് കഴക്കൂട്ട ബ്ലോക്ക്. സ്മാർട്ട് ഡ്രൈവറാ, സ്മാർട്ട് ഡ്രൈവർ. അങ്ങനെ ഞങ്ങൾ ആർക്കെ വെഡിങ് മോളിൽ. ഇത് എന്തുവാണ് നീ ഇങ്ങനെ? എന്നാ ഒന്ന് ക്ഷമിക്കുന്നില്ല ലക്ഷ്മി. ആർക്കെ വെഡിങ് മോളിലെത്തി. ശരി, കാർ പാർക്ക് ചെയ്യട്ടെ. ആ ബൊമ്മ ഇട്ടേക്കുന്ന കളർഫുൾ ഡ്രസ്സ് ഉണ്ട്, എന്താ ഭംഗിയില്ലേ? നല്ല തിളക്കമുണ്ട്. നമ്മൾ മൊത്തം കറുപ്പില്ലടി. ലിഫ്റ്റിനകത്താ ഇത് കേട്ടോ. ലിഫ്റ്റിനകത്തുള്ള വീഡിയോ ഞങ്ങളുടെ ഏത് ഫ്ലോറിലാ? ഞാൻ ഇതിനകത്തൊക്കെ നിൽക്കുവോ? സെക്കൻഡ് ഫ്ലോർ. സെക്കൻഡ് അതിൽ കയറി ചെല്ലുമ്പം തന്നെ നമുക്ക് അതായത് ഷോപ്പിംഗ് ഇഷ്ടപ്പെടും കേട്ടോ. വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഷോപ്പേ. പിന്നെ നമുക്ക് റെഡിമെയ്ഡ് ബ്ലൗസസൊക്കെ ഒരുപാടുണ്ടായിരുന്നു, ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം സെർച്ച് ചെയ്ത് നോക്കി കേട്ടോ. അത് നല്ല വണ്ണമുള്ളവർക്കൊക്കെ ഇടാൻ പറ്റുന്ന റെഡിമെയ്ഡ് ബ്ലൗസസ് ഉണ്ടായിരുന്നേ. എനിക്കതിലൊരു ബ്ലൗസ് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ എടുത്തില്ല. എനിക്കത് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ എടുത്തില്ല. നല്ല അടിപൊളി ഒരു ബ്ലൗസായിരുന്നു കേട്ടോ. നല്ല കൈക്കൊക്കെ നല്ല വണ്ണവും ബോഡിക്കൊക്കെ നല്ല വണ്ണമുണ്ട്. നല്ല അങ്ങനത്തെ ഉള്ള ബ്ലൗസ് ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ ഈ സാരി, ഇത് സാരിയുടെ പ്രൈസ് ഉണ്ട് 2000. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരി ആയിരുന്നു അത് കേട്ടോ. പിന്നെ വെറൈറ്റി കളക്ഷൻസ് ഓഫ് സാരീസ് ഉണ്ടായിരുന്നു. പിന്നെ സെറ്റ് സാരിയുടെയൊക്കെ കളക്ഷൻ പറയണ്ട. പിന്നെ ഞങ്ങൾക്ക് കറുത്ത പുള്ളി ഇതുള്ള കരയുള്ള പുള്ളിയില്ല, സോറി, കറുത്ത കരയുള്ള സെറ്റ് മുണ്ടും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ മേടിക്കാൻ നോക്കി. പിന്നെ സെറ്റ് സാരിയൊക്കെ ഇത് നമ്മൾ എവിടെ ചെന്നാലും സാരിയുടെ വിലയൊക്കെ നോക്കുമല്ലോ. അങ്ങനെ സാരിയുടെ വിലയൊക്കെ നോക്കി കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ സാരി. പക്ഷേ സാരി ഒന്നും മേടിക്കാനായിട്ടല്ലായിരുന്നു പോയത്, അതുകൊണ്ട് പിന്നെ അതിലോട്ടൊന്നും കൈ കടത്തിയില്ല. പിന്നെ നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്ലേസ് ആണല്ലോ ഇത്. വള, മാല, കമ്മൽ, അങ്ങനെയുള്ള അക്സസറീസ് ഐറ്റംസ്. അതിൻ്റെ ഒരു വലിയൊരു ഷോറൂം തന്നെ ആ കടയിലുണ്ടായിരുന്നു കേട്ടോ. മാലയായാലും വളയായാലും എല്ലാം ഒന്നിനൊന്നും അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും മേടിക്കാം, അത്രയേ ഉള്ളൂ. പക്ഷേ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസുള്ള സാധനങ്ങളായിരുന്നു കേട്ടോ അവിടെ. പിന്നെ അടിപൊളി ഇതൊക്കെ എടുത്ത് നോക്കുന്നുണ്ടോ? ലക്ഷ്മിയുടെ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഈ വാച്ചിനുണ്ട് 100 സംതിങ്ങേ ഉള്ളൂ. പിന്നെ ക്ലിപ്പൊക്കെ ആണെങ്കിൽ പല വെറൈറ്റീസുള്ള ക്ലിപ്പുകളായിരുന്നു കേട്ടോ. 20, 30 ആ റേഞ്ചിനകത്ത് നിൽക്കുകയായിരുന്നു കേട്ടോ ക്ലിപ്സിൻ്റെ വില. ഇങ്ങനെ കേട്ടോ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ കളക്ഷൻസ് ഞാൻ വെറുതെ പറയുമല്ല, നിങ്ങളത് അവസരം കിട്ടുവാണെങ്കിൽ ഇവിടെ പോകണം കേട്ടോ, ആർക്കെ വെഡ്ഡിങ്ങിൽ. ഇങ്ങനെ പിന്നെ ഞാൻ അവിടെ കുറേ ക്രീമുകളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയതാണ്ട്. ഇതൊക്കെ ബ്ലാക്ക് മെറ്റലിൻ്റെ വളകളൊക്കെ കേട്ടോ, സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ ഇതിലൊരു കറുത്ത മാല ഉണ്ട്, ഇതെനിക്ക് വളരെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മാലയായിരുന്നു അത് കേട്ടോ. നല്ല രസമില്ലേ? ഇഷ്ടമായി? നിങ്ങൾക്ക് ഇഷ്ടമായോ? പിന്നെ ഞാനവിടെ ഈ വൈറ്റ് വാച്ച് ലക്ഷ്മി മേടിച്ചു. പിന്നെ ഞാൻ അവിടെ നിന്ന് ക്രീമൊക്കെ ഒന്ന് നോക്കി, അതിൻ്റെ വിലയൊക്കെ ഒന്ന് വെറുതെ നോക്കി. അങ്ങനെ ഞങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത് വെഡിങ് മോളിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങിയപ്പോൾ സൈഡിലൊരു
സെൽഫി പോയിൻ്റ് ഉണ്ട്. പിന്നെ അവിടെ കയറി സെൽഫി എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ നിന്ന് കുറച്ച് സെൽഫിയും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇതെന്ന് വെച്ചാൽ വാച്ചർ താക്കോൽ മേടിച്ചുകൊണ്ട് പോയായിരുന്നു കേട്ടോ, കാർ എടുത്തുകൊണ്ട് വരാൻ. അങ്ങനെ കാറ് കൊണ്ടുവരുന്നവരെ ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോഴത്തേക്ക് കാർ വന്നു. ഇനി നമ്മൾ നേരെ എങ്ങോട്ടാടി? ലുലു. ഇനി നമുക്ക് എവിടെയെങ്കിലും കയറി ഇച്ചിരി ഫുഡ് അടിക്കായിരുന്നു. അങ്ങനെ വെച്ചാൽ ഫുഡ് എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഐസ്ക്രീമോ, ഹണി റോസിന്റെ ഐസ്ക്രീം കഴിക്കണം. ലുലുലാണോ അത്? ആ ഓക്കെ ഓക്കെ, നമുക്ക് ലുലു പോയി കഴിക്കാം അല്ലേ? എന്തുകൂടി ഈ വെഡിങ് മോളില് നല്ല സെലക്ഷൻസ് ഉണ്ട് അല്ലേ? പക്ഷെ സാരിയൊക്കെ നമ്മൾ അമ്മയ്ക്ക് ഇപ്പൊ നമുക്കൊന്ന്, നീ ഇന്നർ മാത്രമേ എടുത്തോളൂ അല്ലേ? ഇന്നേഴ്സ് മാത്രമേ എടുത്തോളൂ. വന്നത് തന്നെ ഇന്നർ എടുക്കാന്. ഒരു വെറൈറ്റി ഇന്നേഴ്സ് ഉണ്ട് ഇതിനകത്ത്. ലുലുലോട്ട് പോവാട്ടോ. ബ്ലോക്കിൽ കിടക്കോ? ബ്ലോക്കിൽ കിടക്കോ? എടി ഇത് പാട്ട്, ഏത് പാട്ടാ ഇടുന്നത്? പാട്ടിടേ. റോമിയോ റോമിയോ ആ പാട്ടിടാ. അത് തുണിക്കടക്കകത്ത് വെച്ച് അവളുമാരെ ബാക്കിലിരുന്ന് ഭയങ്കര മേക്കപ്പ് ഇടുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉച്ചയോടുകൂടി ആയപ്പോഴത്തേക്ക് ലുലു മോളിലെത്തി കേട്ടോ. അപ്പോൾ ഈ താഴെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാറ് പാർക്ക് ചെയ്യാം. പക്ഷേ അവിടെ കാറ് പാർക്ക് ചെയ്താൽ പിന്നെ ലഗേജും ഒക്കെ ആയിട്ട് നമ്മൾ തിരിച്ച് ഒരുപാട് നടക്കേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് അങ്ങ് ബാക്കിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യാമെന്ന് വെച്ചു. അവിടെ പാർക്ക് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ലഗേജൊക്കെ ആയിട്ട് വരുമ്പോൾ പെട്ടെന്ന് കയറി ഇനി കാറിൽ കയറാം. അതുകൊണ്ട് അവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. അവിടെ ഞങ്ങൾക്ക് അവർ 7th ഫ്ലോറിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാനുള്ള കൂപ്പണാണ് തന്നത് കേട്ടോ. അപ്പോൾ ഈ കൂപ്പൺ നമ്മൾ കൈ വെച്ചിരിക്കണം. തിരിച്ചു വരുമ്പോൾ അവിടെ കൊടുത്ത് പേ ചെയ്യണം. 50 രൂപയാണ് നമ്മൾ ടോൾ ഫ്രീ കൊടുക്കുന്നതൊക്കെ കൊടുക്കേണ്ടി വരും കേട്ടോ. അങ്ങനെ ഞങ്ങൾ 7th ഫ്ലോറിലോട്ട് കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റിലും സെക്കൻഡിലും ഫുള്ള് കംപ്ലീറ്റ് ആയിരുന്നു. അവിടെ ഒരു സ്പേസും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2nd ഫ്ലോറിലെത്തി. 3rd ഫ്ലോറിലായപ്പോഴത്തേക്ക് അവിടെ നോക്കിയപ്പോൾ ഒരു കാറ് പോയ കുറച്ച് സ്പേസ് കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ലക്ഷ്മി ഒരു സ്മാർട്ട് ഡ്രൈവറാണല്ലോ. അപ്പോൾ അവൾക്ക് എവിടെയെങ്കിലും ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാൽ മതി, അവിടെ ഇടിച്ച് കയറ്റിക്കോളും കാറ് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ 3rd ഫ്ലോറിൽ കുറച്ച് സ്പേസ് കിട്ടി നമുക്ക് കാർ പാർക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ കാർ അങ്ങോട്ട് ഒതുക്കാൻ നോക്കി കേട്ടോ, 3rd സ്പേസിൽ. അങ്ങനെ ലക്ഷ്മി കാറ് കൊണ്ടുവന്ന് ആ 3rd ഫ്ലോറിൽ, എന്ന് വെച്ചാൽ 3rd ഫ്ലോറിൽ 3Cയിലായിരുന്നു കേട്ടോ ഞങ്ങൾ കാറ് കൊണ്ട് പാർക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ അവിടെ കാറ് പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നടന്ന് നേരെ ലുലു മോളിലുള്ള 3rd ഫ്ലോറിൽ ഇറങ്ങാം. നമ്മൾ സ്വല്പം അങ്ങോട്ട് നടക്കുമ്പോൾ തന്നെ സ്റ്റെപ്പുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ലുലു മോളിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ ആട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ലുലു മോളിൽ 3rd ഫ്ലോറിലോട്ടാണ് പോയത് കേട്ടോ. അവിടെ നിന്ന് ഇവിടെ റൈറ്റിലോട്ട് തിരിയുമ്പോൾ ഒരു സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് വഴി ഇറങ്ങിയ സ്ട്രെയിറ്റ് 3rd ഫ്ലോറിൽ നമുക്ക് ഇറങ്ങാം. അങ്ങനെ ബാത്റൂമിലൊക്കെ കയറി ഫ്രഷായി. പിന്നെ ഇവളുമാർക്ക് ഒരു വലിയ ആഗ്രഹമായിരുന്നല്ലോ ഹണി റോസ് ഉദ്ഘാടനം ചെയ്ത ഐസ്ക്രീം കഴിക്കണമെന്ന്. അങ്ങനെ പിന്നെ അവിടെ കയറി അവൾക്കുമാർക്ക് ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്തു. ഇവിടെ ഫിലിം ഉണ്ടായിരുന്നു സാധനം, പക്ഷേ ഫിലിമിന് കയറിയ പിന്നെ ഒന്നും നടക്കത്തില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അതിനൊന്നും കയറിയില്ല. അങ്ങനെ അവളുമാർ ഐസ്ക്രീമൊക്കെ കഴിച്ചു. പിന്നെ എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യണമല്ലോ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഫുഡ് മേടിച്ചിട്ട് ഫുഡ് കോർട്ടിൽ കൊണ്ടുവച്ച് കഴിക്കുന്നത് ഏറ്റവും ബെറ്റർ കേട്ടോ. പക്ഷേ ഇവിടെ സൈഡിലൊക്കെ ഭയങ്കര കട്ട വിലയാട്ടോ. അങ്ങനെ ഞങ്ങൾ പക്ഷേ പിന്നെ അവിടെ ഫുഡൊക്കെ നോക്കി. പിന്നെ നമ്മളിങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്കൊരു വെറൈറ്റി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ എല്ലാ ഫുഡും സെർച്ച് ചെയ്ത് നോക്കി കേട്ടോ. പലതരം വെറൈറ്റി ഫുഡ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര വില കേട്ടോ. പക്ഷെ പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു കോംബോ മീലാണ് ഓർഡർ ചെയ്തത്. ആ കോംബോ മീലിന് 899 രൂപ. അത് ഞങ്ങൾ 4 പേരും കൂടെ ഷെയർ ചെയ്തെടുത്തു കേട്ടോ. ലക്ഷ്മിയുടെ മക്കൾ ഭയങ്കരമായിട്ടൊന്നും കഴിക്കത്തില്ല, അതുകൊണ്ട് പിന്നെ അത് തന്നെ ധാരാളമേ. അങ്ങനെ ഞങ്ങൾ ഈ കോംബോ മീലാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അതാണ്ട് ഇത് 899 രൂപയുടെ. അങ്ങനെ ഞങ്ങൾ അത് അവർ കൊണ്ടുവന്നു. അതിനകത്ത് ഒരു പിന്നെ നമുക്ക് ആവശ്യമുള്ള 4 പേർക്ക് ആവശ്യമുള്ളതല്ല അതിനകത്തുണ്ടായിരുന്നു കേട്ടോ. നാനുണ്ടായിരുന്നു, റൈസ് ഉണ്ടായിരുന്നു, വെറൈറ്റി 2-3 ചിക്കൻ കറികളുണ്ടായിരുന്നു, പിന്നെ ഗുലാബ് ജാമ്, മാംഗോ ലസ്സി, പിന്നെ ചട്നി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഇഷ്ടമായി. ഞങ്ങൾക്ക് 4 പേർക്കും നല്ലതുപോലെ ഇഷ്ടമായി കേട്ടോ. വേറെ നല്ല ഫില്ലാവുകയും ചെയ്തു. എല്ലാവരും നല്ലോണം ഷെയർ ചെയ്ത് കഴിച്ചോളേ.
പിന്നെ അതിനകത്ത് ഇത് കൂടാതെ ഒരു കൊഞ്ച് ഫ്രൈ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. നല്ല നമുക്ക് ആ 899 രൂപ കൊടുത്താൽ കുഴപ്പമില്ലായിരുന്നു. നമ്മൾ 4 പേർക്കും കഴിക്കാൻ പറ്റി നല്ല ഒരു ഫുഡായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ സെലക്ട് ചെയ്തത് ഞങ്ങൾക്ക് നല്ലതായിട്ട് തോന്നി. അപ്പോൾ ഫുഡ് കോർട്ടിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടെയൊക്കെ പോയത് കേട്ടോ. ഭയങ്കര എന്നാൽ ഈ ലുലുവിൽ ഏറ്റവും കാണാൻ കൊള്ളാവുന്നത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായത് കേട്ടോ. ഇവിടുത്തെ ലൈറ്റ് സെറ്റിങ്സും എല്ലാം നല്ല രസം കേട്ടോ. ഇത് കുട്ടികൾക്ക് ഗെയിം കളിക്കുക എന്നുള്ളതോ. ഇത് ഒരു ടിക്കറ്റിന് 600 രൂപയാണ്. ഒരു ടിക്കറ്റിന് 600 രൂപയാണ്. പിന്നെ നമുക്ക് എല്ലാത്തിലും കയറാം. പിന്നെ അഡീഷണൽ കയറുന്നതിന് പൈസ കൊടുക്കേണ്ടി വരും അങ്ങനെ. പക്ഷെ ഞങ്ങളൊന്നിലും കയറിയില്ല. എന്താണെന്ന് വെച്ചാൽ അവളുമാർക്ക് ഇതിലൊന്നും കയറാൻ വലിയ താല്പര്യമില്ല. പിന്നെ അതിലൊന്നും ഞങ്ങൾ കയറിയില്ല. അങ്ങനെ കുട്ടികളൊക്കെ അത് നല്ലതുപോലെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് എനിക്ക് ഇങ്ങനെയൊക്കെ കയറാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. അങ്ങനെ കുട്ടികളൊക്കെ എൻജോയ് ചെയ്യുന്നത് കണ്ടോ. നല്ല ഭംഗിയില്ലേ ലൈറ്റും സെറ്റിങ്സും എല്ലാം കാണാം. ഇത് ഒന്നിലും കയറിയില്ലെങ്കിൽ ചുമ്മാ കറങ്ങി കാണാൻ തന്നെ നല്ല രസമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കാനേ. ആ സൈഡിൽ ഇരിക്കാനുള്ള സ്പേസ് അത് എന്താ ഭംഗിയില്ലേ കെട്ടിയിട്ടേക്കുന്നതാണ്. നല്ല സൂപ്പറാട്ടോ. സൂപ്പർ ലൈറ്റിങ്സും സെറ്റിങ്സും എല്ലാം ആയിട്ട് സൂപ്പറാണ്. പക്ഷേ ഈ ഗെയിം കളിക്കണമെന്ന് വരെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അങ്ങോട്ട് ഇൻട്രസ്റ്റ് ഇല്ല അവളുമാർക്ക്. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് കയറി എന്തോ ചെയ്യാനോ. അതുകൊണ്ട് പിന്നെ ഞാൻ അതിലൊന്നും ഇൻട്രസ്റ്റ് കാണിച്ചില്ല. പിന്നെ ഞങ്ങൾ സമ്മർ ഫെസ്റ്റിലൊന്ന് കയറി. ഇത് ലക്ഷ്മി പഠിപ്പിച്ച കുട്ടികളാണ് കേട്ടോ ലക്ഷ്മി. പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ കറങ്ങി നടന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫാഷൻ സെൻറ്ററിലാട്ടോ. ലുലു ഫാഷൻ സെൻറ്ററിൽ ഇവർക്ക് 2 ജിമുക്ക മേടിക്കണമായിരുന്നു കേട്ടോ. സെറ്റ് സാരി ഉടുക്കാൻ 2 കറുത്ത ജിമുക്ക. പക്ഷേ അവിടുത്തെ ഡ്രസ്സസൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ഒന്നുമല്ല. കുറച്ച് അഫോർഡബിളാണ്, നല്ല സ്റ്റാൻഡേർഡ് കേട്ടോ. പിന്നെ ഞങ്ങൾ ജിമുക്കയൊക്കെ നോക്കി. ഇത് പക്ഷേ ചെറിയ ജിമുക്കയായിപ്പോയി. അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ ഞങ്ങൾ അത്യാവശ്യം ഒരു വലിയ ജിമുക്ക വേണമായിരുന്നേ നമുക്ക്. അങ്ങനെ വലിയ ജിമുക്കയൊക്കെ എടുത്തു. പിന്നെ നമ്മൾക്ക് ഒരു ചീപ്പ് വേണമായിരുന്നു കേട്ടോ. അങ്ങനെ അതൊരു ചീപ്പ് മേടിച്ചു. പിന്നെ വെറൈറ്റി കളക്ഷൻസ് ഹാൻഡ് ബാഗ്സ് ഉണ്ടായിരുന്നു അവിടെ കേട്ടോ. അതാണ് ഈ ഹാൻഡ് ബാഗിൻ്റെ പ്രൈസ് നോക്ക്. നിങ്ങൾക്ക് ഈ ഹാൻഡ് ബാഗ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഹാൻഡ് ബാഗ് കേട്ടോ. അതിൻ്റെ പ്രൈസ് നോക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് പോയിട്ടോ. ഹൈപ്പർ മാർക്കറ്റിൽ ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു ഹൈപ്പർ മാർക്കറ്റിൽ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറച്ച് ക്രീമും കുറച്ച് മുട്ടായിയും അവന്മാർക്ക് വേണ്ടി മേടിച്ചു കേട്ടോ. ശംഭുശരത്തിന് വേണ്ടി മേടിച്ചു. പിന്നെ ഇവിടെ മാംഗോ ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നു ഇവിടെ മാംഗോ ഫെസ്റ്റ് ഉണ്ടെന്ന്. ഇവിടെ ചെന്നപ്പോൾ കണ്ടപ്പോഴാണ് അറിയുന്നത് കേട്ടോ. മാങ്ങകളെന്ന് പറഞ്ഞാൽ ഏത് തരമൊക്കെ മാങ്ങയെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ഒരുപാട് മാങ്ങകളായിരുന്നു കേട്ടോ. അവിടെ നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. മാങ്ങയുടെ സ്മെല്ലായിരുന്നു. പക്ഷേ ആൾക്കാരെല്ലാം നല്ലതുപോലെ മേടിക്കുന്നുണ്ട്. പക്ഷേ ഏത് മാങ്ങയും നല്ലത്, പുളിപ്പ് ഏതാ മധുരം ഏതാണെന്നൊന്നും എനിക്ക് അറിയൂടെ. എനിക്ക് ഈ മാങ്ങ സെലക്ട് ചെയ്യാനൊന്നും വലിയ ഇതില്ല. മാങ്ങ സെലക്ട് ചെയ്യണമെന്ന് എനിക്കറിഞ്ഞൂടാ. പിന്നെ ലക്ഷ്മിക്ക് മാങ്ങയോട് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. മാങ്ങ കഴിച്ചാൽ നമ്മൾ വണ്ണം വയ്ക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവൾക്ക് ഈ മാങ്ങ കഴിക്കാനാണ് മേടിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പിന്നെ ഇത് കണ്ടല്ലേ, ഇത് ബാക്ക് ടു സ്കൂളാണ്. അവിടുത്തെ തിരക്കുണ്ടോ? അവിടെ ഇച്ചിരി ഓഫറുണ്ട് കേട്ടോ ബാഗിനും ഇതിനൊക്കെ. അതിൻ്റെ തിരക്കായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ തിരിച്ചു വീട്ടിലോട്ട് പോകാൻ വേണ്ടി തിരക്കുമൊക്കെ ബാക്ക് ടു സ്കൂളിലെ തിരക്കുണ്ടോ. ബാഗും ഡ്രസ്സ് സ്കൂളിൻ്റെ എല്ലാ സാധനങ്ങളും അതിനകത്ത് കേട്ടോ. ഒരു ബസ് പോലെ ഇട്ടിട്ട് അടിപൊളി ഒരു ഡെക്കറേഷനായിരുന്നു അത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ എറണാകുളം ലുലുവിനെക്കാട്ടി ബെറ്റർ ആണെന്ന് തോന്നുന്നു ട്രിവാൻഡ്രം ലുലു എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ എല്ലാ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞു. തിരിച്ച് കാറിൽ കയറി. പിന്നെ ലുലുന്ന് കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ കഴിക്കാൻ മേടിച്ചായിരുന്നു. അത് കാറിനകത്തിരുന്ന് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ശരി, ഓക്കെ, ടാറ്റ, ബൈ ബൈ. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ശരി, ഓക്കെ, ടാറ്റ, ബൈ ബൈ. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കേ.